ചില സമയം പണി പാലും വെള്ളത്തിലും കിട്ടുമെന്നല്ലേ പറയുന്നത്. എനിക്കും അങ്ങനെ ഒരു പണി കിട്ടി. ടയറിൻ്റെ കാറ്റ് പോയി. അതായത് ഒരു ആണി കീറിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ തക്കാളി മേടിക്കാൻ വേണ്ടി കടയിൽ പോയതാണ്. ആ സമയത്ത് അതിൻ്റെ ആണി ഇരിക്കുന്ന കടയിലെ ചേട്ടൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ ആണി ഊരാനുള്ള ശ്രമത്തിലാണ്. ഒരു കത്തിയൊക്കെ വെച്ച് തിരിച്ച് ആണി ഒരു പ്രകാരത്തിൽ ഊരിയപ്പം ആ ചേട്ടൻ പറഞ്ഞു, ട്യൂബ്ലെസ് അല്ലേ, കുഴപ്പമൊന്നുമില്ല, വീട് വരെ പൊക്കോളും, ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷെ അപ്പം എന്നാ തലയിലൊരു ഓർമ്മ അല്ലെങ്കിൽ ബോധം ഉണ്ടായില്ല, ടയർ പഞ്ചർ ഒട്ടിച്ചിട്ട് പോരാമെന്ന്. നേരെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പ്രകാരത്തിൽ ആണി എടുത്തപ്പോൾ കാറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ട്യൂബ്ലെസ് ആയതുകൊണ്ട് ഇപ്പോൾ അത് കൂടി ചോദിച്ചോളും, കുഴപ്പമില്ല, അവിടെ ഇരുന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടയറിലൊക്കെ ഒന്ന് ഞെക്കി പിടിച്ചു. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നപ്പോഴത്തേനും എന്തേണ്ടേ, ടയറിൻ്റെ കാറ്റും പോയി, പതുങ്ങിപ്പോയി. പിന്നെ ആ ടയർ ഊരാൻ പെടുന്ന പാടായത്. അങ്ങനെ ജീവിതത്തിൽ ഒരു മെക്കാനിക്കും ആയി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ, സാമാന്യം ആരെങ്കിലുമൊക്കെ കാണിക്കുന്ന കണ്ടും ഒക്കെ ഇതൊന്ന് ശകലം ഒന്ന് പയറ്റി നോക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ മോനും കൂടെ ടയർ ഊരിയെടുത്തു. എന്നിട്ട് ഞങ്ങൾ കൊണ്ട് ടയർ സ്കൂട്ടറെ കൊണ്ടുപോയി നിറച്ചെടുത്തോണ്ട് വന്ന് വീണ്ടും ഞങ്ങൾ പിടിപ്പിക്കാനുള്ള പണിപ്പാടിലാട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒന്ന് പുറത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയില്ലാതെ വന്ന പാടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ടയർ ഊരുന്നതാണിത്. ഇതൊക്കെ പെൺകുട്ടികളും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ടയറൊക്കെ പഞ്ചറാവുകയാണെങ്കിൽ നമ്മൾ ആരെയൊന്നും വിളിക്കണ്ട. നമ്മൾ സ്വന്തമായിട്ട് സ്റ്റെപ്പിനെ എടുത്ത് വയ്ക്കുക, ഇങ്ങനെ ടയർ മാറുക, ഇടുക, ജാക്കി വെക്കുക, അങ്ങനെയൊക്കെ ഒരു പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം അല്ലറ ചില്ലറ പണിയൊക്കെ നമ്മൾ പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു കോൺഫിഡൻസ് കൂടും. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും ഒരു ഈസി ആയിട്ട് തോന്നി.